ഹായ് ഓൾ. ഇന്ന് നമുക്കിത് ഈ ഒരു സാരി കൊണ്ടൊരു ഫുൾ സർക്കിൾഡ് ആയിട്ടുള്ള അംബ്രല്ല കുർത്തി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 4 മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട്. ആദ്യം ലൈനിങ് ക്ലോത്ത് ഇതുപോലെ ഒന്ന് 4ആയിട്ട് മടക്കുക. അപ്പോൾ അതിൻ്റെ ലെങ്തിനാണ് ഞാനൊന്ന് മടക്കി നോക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ മടക്കുമ്പോൾ നമ്മുടെ ചെസ്റ്റ് അളവ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. ഇവിടെ ചെസ്റ്റ് 42 ആണ്. അതിൻ്റെ 4/1 പറയുന്നത് 10.5 ആണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ കൂട്ടുമ്പോൾ 12.5 നമുക്ക് വേണം. അപ്പോൾ അത് നമുക്കിവിടെ കിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് തിരിച്ചിട്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ യോക്ക് ലെങ്ത് 15 ആണ്. അതിൻ്റെ കൂടെ ഒരു 1 ഇഞ്ച് സീം അലവൻസും കൂടെ ആഡ് ചെയ്ത് ഒരു 16 അല്ലെങ്കിൽ ഒരു 1.5 ആഡ് ചെയ്ത് ഒരു 16.5 ഒക്കെ നമുക്ക് എടുക്കാം. എടുത്തിട്ട് നമുക്കിതുപോലെ ഒന്ന് മടക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ആ ഒരു ലെങ്തിനനുസരിച്ച് ഇങ്ങനെ 2ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം നമ്മുടെ വിഡ്ത്ത് എത്രയാണോ, നമ്മുടെ ചെസ്റ്റ് എത്രയാണോ അതിൻ്റെ വേണ്ടതെന്ന് നോക്കണം. നമുക്ക് 12.5 ആണ് ഇവിടെ വേണ്ടത്. ഞാനിവിടെ ഒരു 13 ആണ് എടുക്കുന്നത്. ഇതൊരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ലൂസും കൂടി ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ 13 എടുക്കുന്നുണ്ട്. അപ്പോൾ 13 എവിടെയാണോ വരുന്നതെന്ന് വെച്ചാൽ നമുക്കതൊന്ന് അളന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് പോയിൻ്റ് ചെയ്തിടാം. ശേഷം അത് നമുക്കിങ്ങനെ മറിച്ച് 4ആയിട്ട് ഇങ്ങനെ ഇടാം. നമുക്ക് ജസ്റ്റ് യോക്ക് കട്ട് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് മറിച്ചെടുക്കുന്നത്. അപ്പോൾ അതിനൊന്ന് കറക്റ്റ് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ ഒന്ന് ലെങ്ത് നോക്കുക. നമുക്കിവിടെ 16 അല്ലായിരുന്നു. അപ്പോൾ ആ 16 ഒരു ലൈൻ അങ്ങ് ഇടുക, ലൈൻ വരച്ചിടുക. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഷോൾഡർ വരയ്ക്കാം. ഷോൾഡർ ഇവിടെ 7.5 ആണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ താഴോട്ട് നമ്മളൊരു 7.5 ഇങ്ങനെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് നമുക്ക് അതിൻ്റെ ആം ഹോളും വരയ്ക്കാം. ആം ഹോളിനും നമ്മൾ 7.5 തന്നെയാണ് എടുക്കുന്നത്. അതിൻ്റെ ഇതുപോലെ ഒന്ന് വരയ്ക്കുക. അതിന് നമുക്കിവിടെ ജസ്റ്റ് വേണ്ടത് 10.5 ആണ്. അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് സീം അലവൻസും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമുക്ക് 2 ഇഞ്ച് സീം അലവൻസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മുടെ വേസ്റ്റ് വരുന്നത്, വേസ്റ്റ് നമുക്കിവിടെ ഷേപ്പ് ചെയ്യുന്നില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാൾക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് വയറിൻ്റെ ഭാഗം അല്ലെങ്കിൽ നമ്മുടെ വേസ്റ്റിൻ്റെ ഭാഗം നമുക്ക് ഷേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ സെയിം അളവിൽ തന്നെ നമുക്ക് താഴെയും ചെയ്യാം. പിന്നെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് മുകളിലായിട്ടൊരു 0.5 ഒരു 1/2 ഇഞ്ച് നമുക്ക് കുറച്ചിട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അതായത് നമ്മൾ 10.5 ആണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് ഷേപ്പ് വരുന്ന ഭാഗത്ത് നമുക്കൊരു 10 ഇഞ്ചിൽ ഒന്ന് ഷേപ്പ് ചെയ്തിങ്ങനെ കൊടുക്കാം. ശേഷം നെക്ക് നമുക്കൊരു 3 ഇഞ്ച് എടുക്കാം. നെക്കിൻ്റെ വിഡ്ത്താണ് പറയുന്നത്, നമുക്കൊരു 3 ഇഞ്ച് എടുക്കാം. എന്നിട്ട് ഫ്രണ്ട് നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 5.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു 6 ഇഞ്ച് നമുക്ക് എടുക്കാം. അപ്പോൾ ഈ നെക്കിൻ്റെയൊക്കെ ലെങ്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. അപ്പോൾ എനിക്ക് തന്നിട്ടുള്ള ആളുടെ ലെങ്ത് അനുസരിച്ചാണ് ഞാനിപ്പോൾ എടുക്കുന്നത്. അപ്പോൾ വിഡ്ത്ത് വരുന്നത് 3 ഇഞ്ചിൽ തന്നെയാണ്. ലെങ്ത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ബാക്ക് ലെങ്ത് ഞാനിവിടെ 4 ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഷോൾഡർ ഭാഗം നമുക്കിതുപോലെ ഒരു 1/2 ഇഞ്ചോ അല്ലെങ്കിൽ ഒരു 1/4 ഇഞ്ചൊക്കെ നമുക്കിങ്ങനെ ചരിച്ചൊന്ന് ഷേപ്പ് കൊടുക്കാം. ശേഷം നമുക്കിതുപോലൊരു 1 ഇഞ്ച് ഒന്ന് അടയാളപ്പെടുത്തി അതിൽ നമുക്ക് ആം ഹോളിൻ്റെ കർവ് വരയ്ക്കാം. പിന്നെ ഫ്രണ്ട് കർവ് എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടെ ഒന്ന് താഴ്ത്തി അകത്തോട്ടായിട്ട് നമുക്കതൊന്ന് വരച്ചെടുക്കണം. എന്നിട്ട് ഇവിടെ നെക്ക് ഞാൻ 2 റൗണ്ട് നെക്ക് തന്നെയാണ് എടുക്കുന്നത്. ശേഷം നമുക്കിങ്ങനെ ബാക്ക് പീസ് ആദ്യം ഒന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെ ഫുള്ള് വെച്ചിട്ട് നമ്മൾ ബാക്ക് പീസ് മാത്രമായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ബാക്ക് പീസ് മാറ്റി എടുത്തിട്ടാണ് നമ്മൾ ഫ്രണ്ട് പീസിൻ്റെ കർവൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഒന്ന് താഴ്ത്തി കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നമ്മുടെ സാരിയുടെ മുന്താണി ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അതാണ് നമ്മൾ യോക്ക് പീസിനായിട്ട് യൂസ് ചെയ്യുന്നത്. പ്ലെയിനായിട്ട് വരുന്നൊരു ഭാഗമായിരുന്നു. അപ്പോൾ നമുക്ക് യോക്കിൻ്റെ ഭാഗത്ത് നമ്മൾ അതാണ് എടുക്കുന്നത്. അത് ഇതുപോലെ 4ആയിട്ടൊന്ന് മടക്കി ഇടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ലൈനിങ്ങിൽ കട്ട് ചെയ്തിട്ടുള്ള ഭാഗം നമ്മൾ അതിലോട്ട് വെച്ച് ഒന്ന് ട്രേസ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഫ്രണ്ട് പീസാണ് ഞാൻ വെച്ചത്. അതുകൊണ്ടാണ് നമ്മൾ ആം ഹോൾ വരയ്ക്കുമ്പോൾ കുറച്ചുകൂടെ മുകളിലോട്ടായിട്ട് വരച്ചിട്ടുള്ളത്. കട്ട് ചെയ്തിട്ട് ബാക്ക് പീസ് നമുക്ക് കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഫ്രണ്ട് പീസിൽ ഒന്നും കൂടെ ആം ഹോൾ കുറച്ച് താഴ്ത്തി കട്ട് ചെയ്യാം. ഇതിൽ ഞാൻ നെക്ക് കട്ട് ചെയ്യുന്നില്ല. അത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ബോട്ടം പാർട്ട് കട്ട് ചെയ്യാം. അതിനായിട്ട് നമ്മുടെ സാരി എടുക്കുക. അതിന് നമുക്കിതുപോലെ ഫുള്ളായിട്ട് എടുത്തിട്ട് 2ആയിട്ട് മടക്കിയിടുക. അപ്പോൾ ഇതിൽ നമുക്ക് ഞാനിപ്പോൾ മുന്താണി ഭാഗം
ഇതിന് വേണ്ടിയിട്ട് എടുത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ യോക്ക് പീസും നമ്മുടെ കൈക്ക് ആവശ്യമുള്ള പീസൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ബാക്കി വരുന്നതിനെയാണ് നമ്മൾ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക. അതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടെ മടക്കുക. അങ്ങനെ 4ആയിട്ട് മടക്കി നമ്മൾ ഇടണം. ഇതുപോലെ 4 പീസായിട്ട് മടക്കി ഇടാം. നമുക്ക് ബോട്ടത്തിന് എത്രയാണോ തുണിയുള്ളത് അതിന് നമുക്ക് 4 പീസായിട്ട് മടക്കിയിടുക. ഇതുപോലെ 4ആയിട്ട് മടക്കിയിടണം. ഇവിടെ നമ്മുടെ ഓപ്പണായിട്ട് വരുന്ന ഭാഗവും ഇവിടെ നമുക്ക് ക്ലോസ്ഡ് ആയിട്ട് വരുന്ന ഭാഗമാണ്. അപ്പോൾ ഇങ്ങനെ മടക്കിയിട്ടതിന് ശേഷം മൊത്തം ഒരു 4 പീസുണ്ട്. നമ്മൾ ഇനി മടക്കുമ്പോൾ വീണ്ടും അതൊരു 8 പീസായിട്ട് മാറും. നമുക്കിതിനെ ഇങ്ങനെ പിടിച്ച് കോണായിട്ട് മറിച്ചിടാം. ഇതുപോലെ അവിടെ നിന്ന് നമ്മൾ ഓപ്പണായിട്ട് വരുന്ന ആ ഭാഗം നമുക്ക് ഇങ്ങോട്ട് മറിച്ച് കോണായിട്ട് മടക്കിയിടാം. ശേഷം നമ്മുടെ വേസ്റ്റ് എത്രയാണ് നോക്കണം. എനിക്കിവിടെ ചെസ്റ്റും വേസ്റ്റും ഒക്കെ ഒരുപോലെ തന്നെയാണ് വന്നിരിക്കുന്നത്. 42 ആണ്. അപ്പോൾ 42നെ നമുക്ക് 8 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കാരണം ഇതിപ്പോൾ നമുക്ക് മടക്കിയപ്പോൾ 8 പീസായിട്ടാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ 8 കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്കിവിടെ 5.25 വരുന്നത്. 5.25 ആണ് കിട്ടുന്നത്. അപ്പം അത് നമുക്ക് എവിടെയാണോ വരുന്നത് അവിടെ വെച്ചൊന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് അവിടെ നിന്നൊരു താഴോട്ടൊരു റൗണ്ട് ഷേപ്പിലങ്ങ് വരച്ചെടുക്കുക. ശേഷം നമുക്ക് അവിടെ നിന്നും നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് ആ ലെങ്ത് നമുക്കിവിടെ അടയാളപ്പെടുത്താം. എനിക്കിവിടെ 35 ആണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ചും കൂടെ ഞാൻ എക്സ്ട്രാ ഇടുന്നുണ്ട്. മടക്കിയെടുക്കാൻ വേണ്ടി 2 ഇഞ്ച് എക്സ്ട്രാ ഇട്ട് നമ്മളിതൊന്ന് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. അപ്പോൾ ഇത് ഹാഫ് ലെങ്തിൽ നമുക്ക് ഫുൾ ലെങ്തിൽ ചെയ്യാത്തത് കൊണ്ടാണ് ഇതിന്ന് ഞാൻ കൈക്ക് വേണ്ടിയിട്ടുള്ളത് മുറിച്ച് മാറ്റാതെ തന്നെ ഈ ബോട്ടം പാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെയല്ല, നമുക്ക് ഫുൾ ലെങ്തിലൊക്കെ ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ആദ്യം സ്ലീവിനും യോക്കിനും വേണ്ടിയിട്ടുള്ള പീസ് മുറിച്ച് മാറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ആ ബാക്കിയുള്ളതിന് ബോട്ടം പാർട്ടിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാനുള്ളത്. അല്ലെങ്കിൽ നമുക്ക് അതിന് തികയാതെ വരും. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലത്തെ ഇത്രയും ഫ്ലെയർ നമുക്ക് കിട്ടും. ഫുൾ സർക്കിളായിട്ട് കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും ഫ്ലെയറിൽ കിട്ടും. ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്യാം. ലൈനിങ് നമ്മൾ സെമി സർക്കിളിലായിട്ടാണ് കട്ട് ചെയ്യുന്നത്. അത് നമുക്കിതുപോലെ ആദ്യം 2ആയിട്ടൊന്ന് മടക്കിയിടാം. അപ്പോൾ ഇതിൽ ഞാൻ യോക്കിനുള്ളത് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. നമുക്ക് സ്ലീവിനും കൂടി മാത്രം ഇനി എടുത്താൽ മതിയാവും. അത് നമുക്ക് ഇതിൽ കട്ട് ചെയ്തിട്ട് ബാക്കി വരുന്ന പീസിന് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ 2ആയിട്ടൊന്ന് മടക്കിയിടുന്നുണ്ട്. ശേഷം ഇതുപോലെ ഒന്ന് മറിച്ച് കോണായിട്ടും മടക്കിയിടുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മൊത്തത്തിലൊരു 4 പീസ് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ യോക്ക് എത്രയാണോ അതിന് നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ 10.5 കിട്ടും. അപ്പോൾ 10.5 എവിടെയാണോ വരുന്നത് അതൊന്ന് അടയാളപ്പെടുത്തുക. എന്നിട്ട് അതിനെ ഒന്ന് റൗണ്ട് ചെയ്തൊന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കുക. ശേഷം നമുക്ക് ലൈനിങ്ങിന് എത്രയാണോ ഇറക്കം വേണ്ടത് ആ ഇറക്കം നമുക്ക് അവിടെ വെച്ചൊന്ന് അടയാളപ്പെടുത്തി വരച്ചു കൊടുക്കാം. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 പീസ് നമുക്ക് ഇറക്കം കുറവാണ്. അപ്പോൾ അവിടെ നമ്മൾ സെപ്പറേറ്റ് തുണി നമുക്ക് വെച്ച് കൊടുക്കാം. 2 പീസ് നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് അതിന് നേരെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. വെച്ചിട്ട് നമ്മുടെ താഴത്തെ അളവ് എങ്ങനെയാണോ അതൊന്ന് നമുക്ക് കൈ വെച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഇത് മനസ്സിലാവുമല്ലോ. അപ്പോൾ അത് വെച്ച് നമുക്കൊന്ന് റൗണ്ട് ചെയ്ത് വരച്ചിട്ട് അതും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിലോട്ട് വെച്ച് ജോയിൻ്റ് ചെയ്തെടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നമ്മളിത് വെക്കുമ്പോൾ കുറച്ച് മുകളിലോട്ടായിട്ട് സെയിം അലവൻസും കൂടി ഇട്ട് ഒന്ന് കയറ്റി വെച്ചിട്ട് വേണം ഇത് കട്ട് ചെയ്തെടുക്കാൻ. ശേഷം നമുക്ക് ഈ ഭാഗം കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ലൈനിങ് പീസ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഓപ്പൺ ആക്കി കൊടുക്കാം. ഇനി നമ്മുടെ സ്ലീവും കൂടെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ കട്ടിങ് കഴിയും. അപ്പോൾ ഇത് നമ്മുടെ ബോട്ടം പാർട്ട് കട്ട് ചെയ്തിട്ട് ബാക്കി വന്ന പീസാണ്. അപ്പോൾ അതിനെ നമുക്കിങ്ങനെ 4ആയിട്ട് മടക്കിയിടാം. അപ്പോൾ ഇതൊരു ചെറിയ പ്ലീറ്റ് കൊടുത്തിട്ട് പഫ് സ്ലീവ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ആദ്യം 4ആയിട്ട് മടക്കിയിടുക. മടക്കിയിട്ടതിന് ശേഷം നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത് എന്ന് നോക്കണം.
നമ്മളിവിടെ ഒരു ചെറിയൊരു പട്ട പോലെ കൊടുക്കുന്നുണ്ട്. ഒരു 3 ഇഞ്ച് വിഡ്ത്തിൽ 3-4 ഇഞ്ച് വിഡ്ത്ത് വരുന്ന രീതിയിൽ പട്ട കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളിവിടെ ലെങ്ത് എടുത്താൽ മതി. ഞാനിവിടെ ഒരു 14 ഇഞ്ച് ലെങ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തിയിടാം. ശേഷം മുകളിലൊരു 4 ഇഞ്ച് അല്ലെങ്കിൽ 4.5 4 ഇഞ്ചോ നമുക്കിങ്ങനെ മുകളിലോട്ടൊന്ന് അടയാളപ്പെടുത്തി അതിന് താഴെ ആ ലൈനിലോട്ടൊന്ന് മുട്ടിക്കാം. ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് മുട്ടിക്കുക. എന്നിട്ട് നമുക്കിവിടെ ഒരു നമ്മുടെ ഷേപ്പ് വരുന്ന ഭാഗത്ത് നമുക്കൊരു 3 ഇഞ്ച് ഇറക്കി വരച്ചിട്ട് അതിലോട്ടൊന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അവിടെ നമുക്ക് പ്ലേറ്റ് വരും. അപ്പോൾ നമ്മൾ ഇത് കട്ട് ചെയ്തതിൻ്റെ വീഡിയോ നമുക്ക് റെക്കോർഡാക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മളിവിടെ 8 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ ബോർഡർ വന്നിട്ട് ഒരു 7 ഇഞ്ചിലും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ താഴെ ഒരു ചെറിയൊരു പ്ലീറ്റാണ് കൊടുക്കുന്നത്. മുകളിൽ നമ്മൾ എക്സ്ട്രാ മുകളിലോട്ട് കയറ്റിയിട്ടുള്ള ഭാഗം നമുക്ക് പ്ലീറ്റ് കൊടുക്കാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ലൈനിങ് അതിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കട്ടിങ് മാത്രമേ ഉള്ളൂ. സ്റ്റിച്ചിങ് വീഡിയോ ഇതിന് പുറകെ ഞാൻ ഇടാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, താങ്ക് യു.